ശരിക്കും മനസ്സിൽ നമ്മൾ കരുതണം, ഓക്കെ ഇതാണ് എൻ്റെ പാഷൻ, ഇതിലാണ് ഞാൻ ഹാപ്പിനെസ് കണ്ടെത്തുന്നത് എന്ന് സ്വയം വിചാരിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കരുത്. ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം കൺസിസ്റ്റൻസിയാണ്. നമ്മൾ കൺസിസ്റ്റൻസ്, അതുപോലെ തന്നെ ഡെഡിക്കേഷൻ, പിന്നെ ഹാർഡ് വർക്ക്, ഈ മൂന്നൊരു കാര്യം നമ്മൾ കണ്ടിന്യൂസ് ലൈഫിൽ ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു കാര്യത്തെയും നമുക്ക് നേരിടാനായിട്ട് സാധിക്കും. ഇതിപ്പോ എന്തായിക്കോട്ടെ, ഉദാഹരണം ഞാൻ തന്നെയാണ്. ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു പാഷൻ, കൊടുക്കുന്ന ഡെഡിക്കേഷൻ ഇമ്പോർട്ടൻ്റാ. നമുക്ക് ഒന്നില് സക്സസ് ആവാൻ പറ്റണമെന്നില്ല, ഇപ്പൊ രണ്ടില് സക്സസ് ആവാൻ പറ്റണമെന്നില്ല. ഒരുപാട് ട്രൈ ചെയ്യാന്നുള്ളതാണ്. ക്ഷമ വേണം, അത് വലിയൊരു ഇമ്പോർട്ടന്റ് അല്ലേ ഈ കാര്യത്തില്. ക്ഷമയും വേണം, അതുപോലെ തന്നെ ഹാർഡ് വർക്കും വേണം. പിന്നെ എപ്പോഴും നമ്മള് എന്താ പറയാ, അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. എല്ലാ കാര്യങ്ങളെയും പറ്റി നമ്മൾ ഏതൊരു ഫീൽഡ്, ഇപ്പൊ മോഡലിംഗ് ഫീൽഡിന് പറഞ്ഞുകൊണ്ട് പറയാണ്, അതിന് ഏത് കാറ്റഗറി എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യുക. അതിനു വേണ്ടിയിട്ട് വർക്ക് ഏത് ഫീൽഡാണെന്നുണ്ടെങ്കിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ അതെന്തിനും ഫേസ് ചെയ്യാനായിട്ട് റെഡി ആവുക, എല്ലാം പോസിറ്റീവായിട്ട് കാണും. പിന്നെ നമുക്ക് എപ്പോഴും ഒരു പരാജയം ഉണ്ടാവും, പക്ഷെ അത് അങ്ങനെ ഒരിക്കലും നെഗറ്റീവായിട്ട് എടുക്കാതെ, പരാജയം വരണം എന്നാലല്ലേ അല്ലേ, അതെ, നെഗറ്റീവായിട്ട് എടുക്കാതെ അതെന്താ പറയുക, നമുക്കൊരു ലെസൺ ആക്കി എടുക്കുക. അങ്ങനെ ടൈം ഇസ് എവറിത്തിങ്. ടൈമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളൂ.